പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് വീണ്ടും നീട്ടി പാകിസ്ഥാൻ. പുതിയ അറിയിപ്പ് പ്രകാരം ഓഗസ്റ്റ് 24 വരെയാണ് നിരോധനം. പാകിസ്ഥാൻ മുൻപ് ഏർപ്പെടുത്തിയ നിരോധനം തുടർന്നും നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ കനത്ത സൈനിക തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്നതിന് പാകിസ്ഥാൻ വിലക്കേർപ്പെടുത്തിയത്. ഏപ്രിൽ 24 പാകിസ്ഥാന്റെ വിലക്ക് പ്രാബല്യത്തിൽ വന്നത്. തുടർന്ന് പല ഘട്ടങ്ങളായി വിലക്ക് നീട്ടുകയായിരുന്നു. ഇന്ത്യൻ എയർലൈനുകൾ സർവീസ് നടത്തുന്ന വിമാനമോ ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ളതോ പാട്ടത്തിനെടുത്തതായ സൈനിക അല്ലെങ്കിൽ സിവിലിയൻ വിമാനങ്ങൾക്കോ തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവാദമില്ലെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 24 പുലർച്ചെ വരെ നിരോധനം നിലനിൽക്കുമെന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും കുവൈറ്റും വിമാന സീറ്റ് കോട്ട വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഇതോടെ പ്രതിവാര സീറ്റുകളുടെ എണ്ണം 12,000-ൽ നിന്ന് 18,000-ആയി ഉയരും. ധാരണപ്രകാരം 50% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഏവിയേഷൻ സെക്രട്ടറി സമീർ കുമാർ സിൻഹയും കുവൈറ്റിന്റെ DGCA പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് അൽ മുബാറക്കുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. എയർ സർവീസ് കരാർ പ്രകാരമാണ് പ്രതിവാര സീറ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത്. ഇന്ത്യയും കുവൈത്തും തമ്മിൽ 12,000 സീറ്റുകളുടെ കോട്ടയാണ് ഉണ്ടായിരുന്നത്. ഇത് 18,000-ആയി വർദ്ധിക്കും. സീറ്റ് എണ്ണം കൂടുന്നതോടെ ടിക്കറ്റ് നിരക്ക് കുറയുമെന്ന് പ്രവാസികൾക്ക് ഗുണകരമാകും. ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന കുവൈറ്റിൽ നിന്നുള്ള എല്ലാ വിമാന കമ്പനികൾക്കും കൂടി 18,000 സീറ്റുകൾ അനുവദിക്കും. തിരിച്ച് സർവീസ് നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾക്കും ഇത്രയും സീറ്റുകളുണ്ടാവും. ദിവസവും ഏകദേശം 40 വിമാന സർവീസുകളാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പറേഷൻ സിന്ദൂറിൽ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നം പരിഹരിച്ചത് താനാണെന്നും അവകാശവാദം. വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കൻ സഭാംഗങ്ങളോടൊപ്പം നടത്തിയ സ്വകാര്യ വിരുന്നിലായിരുന്നു ട്രംപിന്റെ പരാമർശം. അതേസമയം ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. മെയ് 10 പ്രഖ്യാപിച്ച വെടിനിർത്തൽ US നയതന്ത്ര ഇടപെടലിന്റെ ഫലമാണെന്നും ട്രംപ് ആവർത്തിച്ചു. 4-5 ജെറ്റുകൾ വെടിവെച്ചിട്ടതായി കരുതുന്നു. 5 ജെറ്റുകളെയാണെന്നാണ് ബോധ്യമെന്നും ട്രംപ് പറഞ്ഞു. റഫാൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതെന്ന് പാകിസ്ഥാൻ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവും പാകിസ്ഥാൻ നൽകിയില്ല. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് ഇന്ത്യൻ പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ 6 ഇന്ത്യൻ ജെറ്റുകൾ നശിപ്പിക്കപ്പെട്ടുവെന്ന പാകിസ്ഥാന്റെ വാദം അദ്ദേഹം തള്ളി. ഒരു റഫേൽ യുദ്ധവിമാനവും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യൻ പൈലറ്റുമാരെ പാകിസ്ഥാൻ പിടികൂടുകയോ കസ്റ്റഡിയെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ജൂൺ 15 റാഫേലിന്റെ ഫ്രഞ്ച് നിർമ്മാതാക്കളായ ദാസോ ഏവിയേഷന്റെ ചെയർമാനും CEOയുമായ എറിക് ട്രാപ്പിയർ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് പൗരന്മാർക്ക് 5 വർഷം വരെയുള്ള വിസ സൗകര്യം പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇനി മുതൽ ഇന്ത്യ സന്ദർശനത്തിന് ആവശ്യമായ വിസയ്ക്ക് കുവൈറ്റ് പൗരന്മാർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. 2025 ജൂലൈ 13 മുതൽ പ്രാബല്യത്തിൽ വന്ന വിസ പദ്ധതി ടൂറിസം, ബിസിനസ്, മെഡിക്കൽ, ആയുഷ് എന്നിവ ഉൾപ്പെടെ 5 പ്രധാന വിഭാഗങ്ങളിലായി ലഭ്യമാകും. വിനോദസഞ്ചാര വിസ 5 വർഷം വരെ കാലാവധിയുള്ളതായിരിക്കും. ബിസിനസ് വിസയ്ക്ക് 1 വർഷം, മെഡിക്കൽ അറ്റൻഡന്റ്, കോൺഫറൻസ് വിസകൾ കുറച്ചു കാലത്തേക്കാണ് അനുവദിക്കപ്പെടുക. പൂർണ്ണമായും ഡിജിറ്റലായ സംവിധാനം ഉപയോഗിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനൊപ്പം അപേക്ഷ സമർപ്പിക്കാം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ എത്തിയതിനു ശേഷം ബയോമെട്രിക് പരിശോധന നടക്കും. 5 വർഷം കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസയ്ക്ക് $80, കുറവ് കാലത്തേക്കുള്ള വിസകൾക്ക് $40 തുടങ്ങിയവയുമാണ് നിരക്കുകൾ. ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേകളിലൂടെയും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലൂടെയും പണമടയ്ക്കാം. ഈ വിസ ലഭ്യമാക്കപ്പെട്ടവർക്ക് ഇന്ത്യയിലെ 32 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെയും 5 നാവികത്താവളങ്ങളുടെയും പ്രവേശനം അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കി തൊഴിൽ മന്ത്രാലയം. അടുത്ത മാസം 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. വർക്ക് പെർമിറ്റുകൾ നേടുന്നതിനും പുതുക്കുന്നതിനും എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിലാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ എഞ്ചിനീയർമാരും സർട്ടിഫിക്കറ്റ് നേടണം. ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിന് കീഴിലെ സെക്ടറൽ സ്കിൽസ് യൂണിറ്റ് ഫോർ എഞ്ചിനീയറിംഗ് നൽകുന്ന പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ വർക്ക് പെർമിറ്റുകൾ നൽകുകയോ പുതുക്കുകയോ ചെയ്യുന്നുള്ളൂവെന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു. അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ഓഡിറ്റിംഗ് മേഖലയിലും പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കി തൊഴിൽ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സെപ്റ്റംബർ 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. പുതിയ വർക്ക് പെർമിറ്റുകൾക്കും നിലവിലുള്ളവ പുതുക്കുന്നതിനും ബാധകമായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ഓഡിറ്റിംഗ് എന്നിവയ്ക്കുള്ള സെക്ടറൽ സ്കിൽ യൂണിറ്റിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത്. നിർദ്ദിഷ്ട തൊഴിലുകളിൽ വർക്ക് പെർമിറ്റ് അപേക്ഷകളോ പുതുക്കലുകളോ പരിഗണിക്കുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് ഒരു മുൻ വ്യവസ്ഥ മാത്രമായിരിക്കുമെന്നും തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.